ക്വാർട്ടർലി റിസൾട്ട് സെഷന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രമുഖ IT കമ്പനിയായ TCS അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ നേരിയ ഇടിവുണ്ടായെങ്കിലും റവന്യൂവിൽ വർധനവുണ്ടായിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം മാക്രോ എക്കണോമിക് സിറ്റുവേഷനിലും മികച്ച ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവും ഓർഡർ വാല്യൂവും TCS നേടിയെടുക്കുകയും ചെയ്തു. ഇനി TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒരൽപ്പം വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ TCS 1.2% ഇടിഞ്ഞ് 3239 ക്ലോസിംഗ് നൽകി. 52 വീക്കിലോ 3056. TCSൻ്റെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 1.7% ഇടിഞ്ഞ് 12434 കോടിയിൽ നിന്നും 12224 കോടിയിലേക്കെത്തി. കമ്പനിയുടെ റവന്യൂ 5.3% വർദ്ധിച്ച് 61237 കോടിയിൽ നിന്നും 64479 കോടിയിലേക്കെത്തി. കോൺസ്റ്റന്റ് കറൻസി 2.5% വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ 19%-ൽ നിന്നും 24.2%-ലേക്ക് ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് 2025 ഫിനാൻഷ്യൽ ഇയറിലെ TCSൻ്റെ ടോട്ടൽ റവന്യൂ 6% വർദ്ധിച്ച് 2,55,324 കോടിയിലേക്കെത്തി. TCS അതിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും മികച്ച എക്സ്പാൻഷൻ നേടിയിട്ടുണ്ട്. കൂടാതെ TCSൻ്റെ IT സർവീസ് സെഗ്മെൻറ്റിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓരോ സെഗ്മെൻറ്റിലും എടുത്തു പറയത്തക്ക പെർഫോമൻസ് കമ്പനി കൈവരിക്കുകയും ചെയ്തു. യൂട്ടിലിറ്റി, റിസോഴ്സസ്, എനർജി തുടങ്ങിയ IT സർവീസ് സെക്ടറിൽ 4.6%, BFSI സെഗ്മെൻറ്റിൽ 2.5%, സർവീസ് സേവന സെക്ടറിൽ 1.1% വളർച്ച കമ്പനി കൈവരിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ 9.8%, ലൈഫ് സയൻസ് ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിലെ IT സർവീസ് സെക്ടറിൽ 5.6% വളർച്ചയാണ് കമ്പനി കൈവരിച്ചിരിക്കുന്നത്. അമേരിക്ക ഒഴികെയുള്ള മറ്റെല്ലാ മാർക്കറ്റുകളിലും കമ്പനി മികച്ച മാർക്കറ്റ് ഷെയറും സ്വന്തമാക്കി. TCSൻ്റെ ടോട്ടൽ റവന്യൂവിൻ്റെ 33%-ഓളം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ നിന്നും 13.2%-ഓളം റവന്യൂ ജനറേറ്റ് ചെയ്തു. ഏഷ്യ പസഫിക്കിൽ നിന്നും 6.4%, ലാറ്റിൻ അമേരിക്കയിൽ 4.3%, കോണ്ടിനെൻ്റൽ യൂറോപ്പിൽ 1.4%, UK-യിലെ റവന്യൂവിൽ 1.2% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. TCSലെ അട്രീഷൻ റേറ്റ് 13.3%-ആയി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 30 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി എടുത്തു പറയത്തക്ക ഒരു നേട്ടം, മോശം മാക്രോ എക്കോണമിക് സിറ്റുവേഷനിലും TCSൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ Q4 $12.2 ബില്യൺ ഉയർന്നിട്ടുണ്ട്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ $39.4 ബില്യൺ. അതിൽ തന്നെ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ TCS എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ആൾറെഡി 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്. 3050 രൂപയുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ 52 വീക്ക് ലോ കമ്പനിയുടെ സ്റ്റോപ്പ് ലോസ് ആയി വെച്ചുകൊണ്ട് ബോട്ടം ലെവലിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്കുമുലേറ്റ് ചെയ്യാം. TCS പോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്ക് ആനന്ദ് റാഠിയാണ്. ആനന്ദ് റാഠിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 30% വർദ്ധിച്ച് 57 കോടിയിൽ നിന്നും 74 കോടിയിലേക്കെത്തി. കൂടാതെ Q4 കമ്പനിയുടെ റവന്യൂ 22% വർദ്ധിച്ച് 197 കോടിയിൽ നിന്നും 241 കോടിയിലേക്കെത്തി. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 7 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. 2025 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് 301 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇയർ ഓൺ ഇയറിൽ 33% വളർച്ച കൈവരിച്ചു. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 30% വർദ്ധിച്ച് 981 കോടിയായി മാറുകയും ചെയ്തു. കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 30% വർദ്ധിച്ച് 77,103 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ ടോട്ടൽ ക്ലയൻറ്റുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് ആനന്ദ് റാഠി എന്ന സ്റ്റോക്കിനെയും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം.